ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിരൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മുടെ ഡെയിലി MCQ ഡിസ്കഷന്റെ 28ാമത്തെ പാർട്ടാണിത്. മെയിൻലി നമ്മുടെ നിംഹാൻസ്, എയിംസ്, DME, നഴ്സിംഗ് ട്യൂട്ടർ. അപ്പോൾ നിങ്ങൾ അതുകൂടാതെ നമ്മൾ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ച ഏത് എക്സാം ആണ് നമ്മുടെ ശ്രീചിത്ര ഹോസ്പിറ്റലിന്റെ ടെമ്പററി ബേസിലോട്ട് ഒരു വേക്കൻസിക്ക് ഇപ്പം എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലർ ആയിട്ട് എല്ലാ വീഡിയോസും കാണുക. മിസ്സായി പോയിട്ടുള്ള പാർട്ടുകളെല്ലാം നിങ്ങൾ എടുത്ത് കാണാൻ ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. ഒപ്പം കമന്റ്സോ സജഷൻസോ കറക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ നഴ്സിംഗ് ആസ്പിരൻസിന് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ നഴ്സുമാർ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ MCQ ഡിസ്കഷനും ഒപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകൾ, നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഉണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം. അതിലുള്ള പാർട്ടിസിപ്പൻസോ അതല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കുള്ള ഡൗട്ട് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവരെല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ @നഴ്സിംഗ് ആസ്പിരൻസ് ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. സിമ്പൽ ഇട്ടിട്ട് നഴ്സിംഗ് ആസ്പിരൻസ് ട്രിവാൻഡ്രം, സ്പേസ് ഒന്നുമില്ല, എല്ലാ സ്മോൾ ലെറ്റേഴ്സ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കും, അതുവഴിയും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്കെല്ലാം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എക്സാംസ് എല്ലാം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ ഓരോരോ എക്സാമിനാണ് വരാറുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഉടനെ തന്നെ നടക്കുന്ന ഒരു 4-5 എക്സാം ഉടനെ വരികയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് നേടാവുന്നതാണ്. ഓക്കെ, മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, DME അപ്ലൈ ചെയ്യാനുള്ളത്, നമ്മുടെ കേരള PSC DME എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് 18-ാം തീയതി തീരുകയാണ്. ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The client is admitted with a suspected abdominal aortic aneurysm, AAA. അപ്പൊ നമ്മൾ അയോട്ടിക് അനൂറിസം അല്ലെങ്കിൽ അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. മുന്നേയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതെടുത്ത് കാണണം. കാരണം അതിൽ നമ്മൾ അതിന്റെ കോസസ്, അതെന്താണ്, അതിന്റെ പ്രത്യേകത, എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിന്റെ ടൈപ്പുകൾ എന്തൊക്കെയാണ്, അത് എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, റിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നഴ്സിംഗ് കെയർ ഉണ്ട്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 2 വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൽ തന്നെ റാഷണലിനൊപ്പം പറഞ്ഞിട്ടുണ്ട്, പിക്ചേഴ്സ് ഉൾപ്പെടെ. അപ്പൊ അത് കാണാത്തവർ അത് കാണണം. കാരണം റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് അത് റിപ്പീറ്റേഷൻ ആകുന്നുള്ളത് ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല. എ കോമൺ കംപ്ലൈന്റ് ഓഫ് ദ ക്ലയന്റ് വിത്ത് അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം, അതായത് ഈ പേഷ്യന്റിനെ സസ്പെക്ട് ചെയ്യാണ്, AAA സസ്പെക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ പേഷ്യന്റ് ഈ താഴ്ന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസത്തിന് കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈന്റ്? ഏതാണ്? ലോസ് ഓഫ് സെൻസേഷൻ ഇൻ ദ ലോവർ എക്സ്ട്രീമിറ്റീസ് ആണോ? ബാക്ക് പെയിൻ ദാറ്റ് ലെസൻസ് വിത്ത് വെൻ സ്റ്റാൻഡിംഗ് ആണോ? ഡിക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട് ആണോ? പൾസേഷൻ ഇൻ ദ പെരി അംബ്ലിക്കൽ ഏരിയ ആണോ? ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി, പൾസേഷൻ ഇൻ ദ അബ്ഡോമൻ അല്ലെങ്കിൽ പെരി അംബ്ലിക്കൽ ഏരിയ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കാരണം പേഷ്യന്റ് എപ്പോഴും പറയുന്നത് എന്റെ വയറിന്റെ ഭാഗത്ത് അബ്ഡോമിനൽ ഏരിയയിൽ എന്ത് ഫീൽ ചെയ്യുന്നു, ഒരു പൾസേഷൻ അല്ലെങ്കിൽ ബീഡ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് കോമൺ ആയിട്ട് എല്ലാ അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം ഉള്ള പേഷ്യൻസും കംപ്ലൈന്റ് പറയുന്നത്. The client with an abdominal aortic aneurysm frequently complains of pulsations or feeling the heartbeat in the abdomen. Okay, abdominal aortic aneurysmത്തിന്റെ ടൈപ്സും അതിന്റെ പിക്ചേഴ്സും ഒക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ മാത്രം പറയുകയാണ്. എ ത്രോബിംഗ് ഫീലിംഗ് ഇൻ ദ അബ്ഡോമൻ, അതിനാണ് ഈ പൾസേഷൻ എന്ന് പറയുന്നത്. ഡീപ് പെയിൻ ഇൻ ദ ബാക്ക് ഓർ സൈഡ് ഓഫ് ദ അബ്ഡോമൻ. സ്റ്റഡി ഗാനിങ് പെയിൻ ഇൻ ദ അബ്ഡോമൻ ദാറ്റ് ലാസ്റ്റ് ഫോർ അവേഴ്സ് ഓർ ഡേയ്സ്. ഇനി അബ്ഡോമിനൽ അയോട്ടിക് അനൂറിസം റപ്ചർ ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സഡൻ സിവിയർ പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ ആൻഡ് ബാക്ക്, നോസിയ ആൻഡ് വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, പ്രോബ്ലംസ് വിത്ത് യൂറിനേഷൻ, ക്ലാമി സ്വെറ്റി സ്കിൻ, ലൈറ്റ് ഹെഡഡ്നെസ്, റാപ്പിഡ് ഹാർട്ട് റേറ്റ് വെൻ സ്റ്റാൻഡിംഗ് അപ്പ്, ഷോക്ക്. ഇതൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്.
അബ്ഡോമിനൽ അയോർട്ടിക് അനോറിസത്തിനും അത് റപ്ചർ ആകുമ്പോഴുള്ള, അതായത് റപ്ചർ ആണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. The nurse is caring for the client hospitalized with nephrotic syndrome. Nephrotic syndrome ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ആരിലാണ് ചോദിച്ചിട്ടുണ്ട്? കുട്ടികളിലാണ്, ചിൽഡ്രനിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ അഡൽട്ടിന് വരാറുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത് കുഞ്ഞുങ്ങളിലാണ്. കോമൺ ഇൻ ചിൽഡ്രൻ എന്നാണ്. ബേസ്ഡ് ഓൺ ദ ക്ലയൻസ് ട്രീറ്റ്മെന്റ് ദ നഴ്സ് ഷുഡ്, അതായത് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഈ താഴെ പറയുന്നത്, ഏത് ട്രീറ്റ്മെന്റ് ആണ് നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്? ലിമിറ്റ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് അതിഥികളുടെ എണ്ണം കുറയ്ക്കുക, ലോ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക, ഡിസ്കസ് ദ പോസിബിലിറ്റി ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുക, അടുത്ത അഡീഷണൽ ഫ്ലൂയിഡ് കൊടുക്കുക. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ലിമിറ്റ് ദ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ആണ്. കാരണം നമ്മുടെ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള പേഷ്യൻസിന് അതിന്റെ ട്രീറ്റ്മെന്റ് ഫേസിൽ എന്തായിരിക്കും? ഇമ്മ്യൂണോസപ്രസീവ് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റ് റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഹൈ ആണ്. അതുകൊണ്ട് അധികം വിസിറ്റേഴ്സിന് നമ്മൾ അലൗഡ് ചെയ്യില്ല. കാരണം വിസിറ്റേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വിസിറ്റേഴ്സിന്റെ എണ്ണം കുറയ്ക്കുന്നത്. ഇനി ലോ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക എന്നുള്ളത് റോങ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഓൾറെഡി പേഷ്യന്റിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെടുകയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. സോ നമ്മൾ അഡീഷണൽ പ്രോട്ടീൻ സപ്ലൈ ചെയ്യും, മോഡറേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ സപ്ലൈ ചെയ്യുകയാണ്, അഡീഷണൽ സപ്ലിമെന്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇനി ഡയാലിസിസ് എന്ന് പറയുന്ന ഒരിക്കലും നെഫ്രോട്ടിക് സിൻഡ്രോമിന് ഒരു ട്രീറ്റ്മെന്റ് മോഡാലിറ്റി അല്ല. അതുപോലെ അഡീഷണൽ ഫ്ലൂയിഡും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ കൊടുക്കുന്നില്ല. The client with nephrotic syndrome will be treated with immunosuppressive drugs. Limiting visitors will decrease the chance of infection. Immunosuppressive drugs എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി അവിടെ കുറയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അലർജിക് റിയാക്ഷൻ ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നെഫ്രോട്ടിക് സിൻഡ്രോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആയ നെഫ്രോണിന്റെ ബൊമാൻസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഗ്ലോമർലെസ് അവിടെ ഉണ്ടാകുന്ന നമ്മുടെ അഫ്രണ്ട് ആർട്ടറികൾ ചേർന്നിട്ട് ആ ചെറിയ ചെറിയ ക്യാപിലറീസ് ചേർന്ന് ഗ്ലോമർലെസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെയാണ് എന്ത് ഫിൽട്രേഷൻ സംഭവിക്കുന്നത് അല്ലെ, ഗ്ലോമർലാർ ഫിൽട്രേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഗ്ലോമർലാർ ഫിൽട്രേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുമ്പോഴാണ് പ്രോട്ടീൻസ് എല്ലാം നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും അതിൽ നിന്നും എലിമിനേറ്റ് ചെയ്യേണ്ട പാർട്ടിക്കിൾസ് മാത്രം എന്ത് ചെയ്യുന്നു? ഗ്ലോമർലെസിലൂടെ ഫിൽട്ടർ ചെയ്ത് പോവുകയും ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് അയോൺസും ഫ്ലൂയിഡും ഒക്കെയാണ് അവിടെ, വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെയാണ് അവിടെ ഫിൽട്ടർ ചെയ്ത് പോകുന്നത്. ഇഫ് ദർ ഇസ് എനി ഡാമേജ് ഓർ എനി ഇൻഫെക്ഷൻ ഇൻ ദിസ് ഗ്ലോമർലെസിൽ എന്തെങ്കിലും ഡാമേജ് പറ്റുമ്പോഴാണ് അവിടെ നമ്മുടെ ഫിൽട്രേഷൻ, ആ യൂണിറ്റ്, നമ്മുടെ ഗ്ലോമർലെസ് എന്ന യൂണിറ്റ് അവിടെ ഡാമേജ് ആവുകയും അവിടെ ഫിൽട്രേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാതെ ബ്ലഡ് വെസൽസിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നതിന്റെ പ്രോട്ടീൻസ് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിനുള്ളിലോട്ട് പോവുകയാണ്, നെഫ്രോണിനുള്ളിലോട്ട് പോവുകയാണ്. അത് പിന്നീട് റീഅബ്സോർവ് ചെയ്യാതെ യൂറിൻ വഴി എലിമിനേറ്റ് ചെയ്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യൂറിനിലുള്ള പ്രോട്ടീന്റെ അളവ് കൂടുന്നു. അങ്ങനെയാണ് പേഷ്യന്റ് എന്തുണ്ടാകുന്നത്? പ്രോട്ടീൻ യൂറിയ ഉണ്ടാകുന്നത്. അതായത് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നെഫ്രോട്ടിക് സിൻഡ്രോമിൽ പറയുന്നത്. ഒന്ന് പ്രോട്ടീൻ യൂറിയ, അതായത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് റീഅബ്സോർവ് ചെയ്യാൻ പറ്റാതെ ഈ പ്രോട്ടീൻസ് യൂഷ്വലി എന്ത് ചെയ്യുന്നില്ല, അവിടെ നമ്മുടെ ഫിൽട്ടറിംഗ് യൂണിറ്റ് വഴി വരുന്നില്ല, ഫിൽട്ടർ ചെയ്ത് താഴോട്ട് നെഫ്രോണിലോട്ട് വരുന്നില്ല. അപ്പം ഇവിടെ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള പേഷ്യന്റ് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ അവിടുത്തെ ഫിൽട്ടറിംഗ് യൂണിറ്റ് ഡാമേജ് ആയിട്ട് പ്രോട്ടീൻസ് എല്ലാം നെഫ്രോണിനകത്തോട്ട് വരികയും നെഫ്രോണിലൂടെ അത് യൂറിൻ വഴി എംറ്റി ചെയ്ത് പോവുകയും ചെയ്യുമ്പോൾ യൂറിനിലെ പ്രോട്ടീന്റെ അളവ് കൂടുന്നു. അങ്ങനെ പ്രോട്ടീൻ യൂറിയ കൂടുന്നു. അതായത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീന്റെ അളവ് മോർ ദാൻ 3.5 ഗ്രാം എന്നാണ് പറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോമിൽ. ഇനി ബ്ലഡിലുള്ള ആൽബുമിൻ ആണ് ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള ആൽബുമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും, ഹൈപ്പോ ആൽബുമിനിയ ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് ബ്ലഡിന്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ബ്ലഡ് വെസൽസിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ആൽബുമിൻ ഉള്ളത് കൊണ്ടാണ്. ആൽബുമിന്റെ അളവ് കുറയുമ്പോൾ ബ്ലഡിനകത്ത് തങ്ങി നിൽക്കേണ്ട വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ സ്പേസുകളിലോട്ട്, സറൗണ്ടിങ് ടിഷ്യൂസിലോട്ട് ലീക്ക് ആവാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പെരിയോ ഓർബിറ്റൽ എഡിമയും പെരിഫറൽ എഡിമയും ഉണ്ടാകും. ഓക്കെ, മനസ്സിലായല്ലോ? എക്സാക്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോമറിലെ ഡാമേജ് ആകുകയാണ്. ഡാമേജ് ആകുന്ന വഴി ബ്ലഡിലുള്ള ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈപ്പോ ആൽബുമിനിയയും പ്രോട്ടീൻ യൂറിയയും ഉണ്ടാകുന്നു. ഒപ്പം പെരിഫറൽ എഡിമയും പെരിയോ ഓർബിറ്റൽ എഡിമയും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പേഷ്യന്റ് ഹൈപ്പർ ലിപ്പിഡിമിയ ഉണ്ടാകുന്നു. അങ്ങനെ ഹൈപ്പർ കൊയാഗബിൾ സ്റ്റേറ്റ്, അതായത് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള പേഷ്യന്റ് ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെന്റ് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള പേഷ്യൻസ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് ത്രോംബോ എംബോളിക് കോംപ്ലിക്കേഷൻ.
ഓർത്തിരിക്കുക. ഞാൻ ജസ്റ്റ് ചെറിയ കാര്യങ്ങൾ, ജസ്റ്റ് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം അറിയേണ്ടത് ബേസിക് ആയിട്ട് കാര്യങ്ങൾ അറിയണം. അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് റീനൽ സിസ്റ്റം അറിയണം. ആ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ഫിൽട്രേഷൻ സംഭവിക്കുന്നത് അറിയണം. അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം വരുന്നതെന്ന് അറിയണം. അപ്പോൾ അതിന് ഓരോന്നിനുള്ള ട്രീറ്റ്മെന്റ് പഠിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, എ ക്ലയന്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് അഡ്രീനൽ ക്രൈസിസ്. അഡ്രീനൽ ക്രൈസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്രീനൽ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഡാമേജ് ആണ് അല്ലെ. അഡ്രീനൽ ഇൻസഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ് പ്രോപ്പർ ആയിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോഴുള്ള പ്രോബ്ലം ആണ്, കോംപ്ലിക്കേഷൻ ആണ് അക്യൂട്ട് അഡ്രീനൽ ക്രൈസിസ് എന്നാണ് പറയുന്നത്. അതായത് കോർട്ടിസോള് ഇനഫ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ആണ്, ഡിസീസ് ആണ് ഏത് acute adrenal crisis എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്യൂറിംഗ് ഇൻടേക്ക് അസസ്മെന്റ് ദ നഴ്സ് ക്യാൻ എക്സ്പെക്ട് ടു ഫൈൻഡ് ദ ക്ലയന്റ് ഹാസ്, അതായത് അക്യൂട്ട് അഡ്രിനൽ ക്രൈസിസ് ഉള്ള പേഷ്യന്റിന് എന്ത് ഫൈൻഡിംഗ് ആണ് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്? പേഷ്യന്റിനെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന അസസ്മെന്റ് ആണ് ഇൻടേക്ക് അസസ്മെന്റ്. ഇൻടേക്ക് അസസ്മെന്റിൽ എന്ത് കാര്യമാണ് സ്പെഷ്യലി നമ്മളവിടെ ഫോക്കസ് ചെയ്യുക, എന്തുണ്ടാകുമെന്നാണ് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് അഡ്രീനൽ ക്രൈസിസ് ഉള്ള പേഷ്യന്റിന്? ഏതായിരിക്കും? ലോ ബ്ലഡ് പ്രഷർ ആണോ, സ്ലോ റെഗുലർ പൾസ് ആണോ, വാം ഫ്ലഷ്ഡ് സ്കിൻ ആണോ, ഇൻക്രീസ്ഡ് യൂറിനേഷൻ ആണോ? കറക്റ്റ് ഓപ്ഷൻ എ, ലോ ബ്ലഡ് പ്രഷർ ആണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഹൈപ്പോവൊളീമിയാണ് ഉണ്ടാകുന്നത്. കാരണം അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് റീഅബ്സോർവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ അഡ്രീനൽ ക്രൈസിസ് അല്ലെങ്കിൽ അഡ്രീനൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഹോർമോൺസ് നോർമലി പ്രൊഡ്യൂസ് ചെയ്യാതെ സോഡിയം റീഅബ്സോർപ്ഷനും വാട്ടർ റീഅബ്സോർപ്ഷനും ഒന്നും പ്രോപ്പർലി നടക്കാതെ ബ്ലഡ് വോളിയം അല്ലെങ്കിൽ ഹൈപ്പോവൊളീമിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. സോ ബ്ലഡ് വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ലോ ബ്ലഡ് പ്രഷർ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. കാരണം നോർമലി അഡ്രിനൽ ക്രൈസിസ് ഉള്ള പേഷ്യൻസിന് എന്താ റാപ്പിഡ് ഇറഗുലർ പൾസ് ആണ് ഉണ്ടാകുന്നത്. സ്ലോ അല്ല, റാപ്പിഡ് ഇറഗുലർ പൾസും പിന്നെ കൂൾ ആൻഡ് പെയിൽ സ്കിൻ ആണ് ഉണ്ടാകുന്നത്. വാം അല്ല, കൂൾ ആൻഡ് പെയിൽ സ്കിന്നും പിന്നെ യൂറിനറി ഔട്ട്പുട്ട് ഡിക്രീസ് ആവുകയും ആണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. Okay, answer നോക്കൂ. The client with acute adrenal crisis has symptoms of hypovolemia and shock. Also, there will be low blood pressure. അഡ്രീനൽ ഇൻസഫിഷ്യൻസിയുടെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് അഡ്രീനൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. ഗ്ലാൻഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അഡ്രീനൽ ഗ്ലാൻഡ് ഇനഫ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നു. കോർട്ടിസോൾ പ്രൊഡക്ഷൻ കുറയുന്നു, ഒപ്പം ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷൻ കുറയുന്നു. ആൽഡോസ്റ്റിറോൺ ആണ് എന്തിന് നമുക്ക് സഹായിക്കുന്നത്? നമ്മുടെ വാട്ടർ റീഅബ്സോർപ്ഷനോ സോഡിയം റീഅബ്സോർപ്ഷനോ സഹായിക്കുന്നത്. പ്രോപ്പർ വാട്ടർ മെയിൻ്റനൻസ് ഉണ്ടാകാതെ അവിടെ ഹൈപ്പോവൊളീമിയയും ഉണ്ടാകും. ഇത് ജസ്റ്റ് ഒരു ചുരുക്കിയുള്ള കാര്യമാണ്. ഈ ഒരു ചാർട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഓരോ ഹോർമോൺസും കുറയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആൽഡോസ്റ്റെറോൺ ഡെഫിഷ്യൻസി ഏതൊക്കെ പാർട്ടിനെ എഫക്ട് ചെയ്യുന്നു, എന്തൊക്കെ മെക്കാനിസത്തെ എഫക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് ഹൈപ്പോടെൻഷൻ ഉണ്ടാകുന്നത്, കോർട്ടിസോൾ ഡെഫിഷ്യൻസി എങ്ങനെ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം. അപ്പോൾ താല്പര്യമുള്ളവർ, അറിഞ്ഞുകൂടാത്തവർ നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് നോക്കുക. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആൽഡോസ്റ്റെറോൺ ഡെഫിഷ്യൻസി ഇലക്ട്രോലൈറ്റ് ആൻഡ് വോളിയം റെഗുലേഷൻ ചെയ്യുന്നതാണ്, കിഡ്നിയെ എഫക്ട് ചെയ്യുന്നു, റെഡ്യൂസ്ഡ് സോഡിയം റീഅബ്സോർപ്ഷൻ ഉണ്ടാകുന്നു, ഇൻക്രീസ്ഡ് പൊട്ടാസ്യം റീഅബ്സോർപ്ഷൻ ഉണ്ടാകുന്നു, ഹൈപ്പോനട്രീമിയയും ഹൈപ്പർ കലീമിയയും ഉണ്ടാകും, അങ്ങനെ ഹൈപ്പോടെൻഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും നിങ്ങൾ നോക്കിയിരിക്കാം. ഓക്കെ, a 5-month-old infant is admitted to the emergency room with a temperature of 103.6 degree Fahrenheit ആണ് കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ കൂടുതലാണ് ആൻഡ് ഇറിറ്റബിലിറ്റി. The mother states that the child has been listless for the past several hours. Listless എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Listless എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് എനർജി. ഓക്കെ, ലാക്ക് ഓഫ് എനർജി, ഒരു ടയേർഡ് ആയിട്ട് രീതി, ലാക്ക് ഓഫ് എനർജി ആയിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ. ആൻഡ് that had a seizure. കഴിഞ്ഞ തൊട്ടടുത്ത് ഹോസ്പിറ്റലിലോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സീഷർ ഡെവലപ്പ് ചെയ്തു. എ ലംബാർ പഞ്ചർ കൺഫേംസ് ഡയഗ്നോസിസ് ഓഫ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ഉടനെ ലംബാർ പഞ്ചർ ചെയ്തു, കുഞ്ഞിന് എന്താണെന്ന് കൺഫേം ചെയ്തു, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെന്നുള്ളത് കൺഫേം ചെയ്തു. The nurse should assess the client for. അങ്ങനെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് കൺഫേം ചെയ്ത ഒരു പേഷ്യന്റിന് എന്തായാലും നമ്മൾ അവിടെ ആ കുഞ്ഞിന്, ഒരു ഇൻഫന്റിന് 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അസസ് ചെയ്യുന്ന ഒരു ഫൈൻഡിങ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈൻഡിങ് എന്താണ്? പെരി ഓർബിറ്റൽ എഡിമ, ടെൻസ്നെസ് ഓഫ് ആന്റീരിയർ ഫോണ്ടനൽ,
പോസിറ്റീവ് ബാബിൻസ്കി റിഫ്ലക്സ് ആൻഡ് നെഗറ്റീവ് സ്കാർഫ് സൈൻ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. അതായത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് നമ്മളവിടെ ലംബാർ പഞ്ചർ ചെയ്ത് കൺഫേം ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് പേഷ്യന്റ് ആന്റീരിയർ, കുഞ്ഞിന്റെ ആന്റീരിയർ ഫോർഡനലാണ്. അതവിടെ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ടാവില്ല അല്ലെ, ചിലപ്പോൾ അവിടെ ബൾജിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ബൾജിങ് ഉണ്ടാകുന്നത്? ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുതലാവുന്നതുകൊണ്ട് ബൾജിങ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. സോ നഴ്സ് ഷുഡ് അസസ് ദ ഇൻഫന്റ് ഫോർ ടെൻസ്നെസ് ഓഫ് ദ ആന്റീരിയർ ഫോർഡനൽ, ബിക്കോസ് ഇവിടെ സീഷർ ഉണ്ടായിരുന്നു, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്തു. സോ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ ബൾജിങ് ഓഫ് ആന്റീരിയർ ഫോർഡനൽ ഉണ്ടോ എന്നാണ് അസസ് ചെയ്യുക. ബാക്കി ബാബിൻസ്കി റിഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻഫന്റിൽ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സ്കാർഫ് സൈൻ എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന സൈൻ അല്ല. ഓക്കെ, ഇവിടെ ടെൻസ്നെസ് ഓഫ് ദ ആന്റീരിയർ ഫോർഡനൽ ഇൻഡിക്കേറ്റ്സ് ആൻ ഇൻക്രീസ് ഇൻട്രാക്രേനിയൽ പ്രഷർ. ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്ടീരിയ മെനിഞ്ചൈറ്റിസിനുള്ള സൈൻസ് ഒക്കെ 2 സൈൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചോളണം. സ്കാർഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രീടൈം ബേബികളിൽ കാണുന്ന സൈൻ ആണിത്. അതായത് ഇവിടെ എന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിന്റെ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത്, ചെസ്റ്റിന് ക്രോസ് ചെയ്ത് നെക്സ്റ്റ് ഷോൾഡറിലോട്ട് വെക്കുന്നു. ആ സമയത്ത് പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാണ്. അതായത് ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. പ്രീടൈം ബേബികൾ 30 ആഴ്ചകൾക്ക് മുന്നേ ജനിച്ച പ്രീടൈം ബേബികളിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എ ക്ലയന്റ് വിത്ത് ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ. ഞാനും ഇതങ്ങനെ അധികം കേട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അധികം ഈ കണ്ടീഷനെ കുറിച്ച് കേട്ടിട്ടില്ല. ഞാൻ ഇന്ന് അത് നോക്കിയതായിരുന്നു. ന്യൂമോസിസ്റ്റിസ് ജിറോവേസി ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. ഇത് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ പേഷ്യന്റ് എന്ത് റിസീവ് ചെയ്യുന്നുണ്ട്? പെൻഡാമിഡിൻ റിസീവ് ചെയ്യുന്നുണ്ട് ഇൻട്രാവീനിയസ്ലി. വൈൽ അഡ്മിനിസ്ട്രിങ് ദ മെഡിക്കേഷൻ ദ നഴ്സ് ഷുഡ് ഗീവ് പ്രയോറിറ്റി ടു ചെക്കിംഗ് ദ ക്ലയന്റ്. എന്താണ് നമ്മൾ ഈ ഒരു പെൻഡാമിഡിൻ കൊടുക്കുന്ന പേഷ്യന്റിന് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഡീപ് ടെൻഡോൺ റിഫ്ലക്സ് ആണോ, ബ്ലഡ് പ്രഷർ ആണോ, യൂറിൻ ഔട്ട്പുട്ട് ആണോ, ടിഷ്യൂ ടാർഗർ ആണോ? കാരണം കറക്റ്റ് ഓപ്ഷൻ ബി ബ്ലഡ് പ്രഷർ ആണ്. പെൻഡാമിഡിൻ പോകുന്ന പേഷ്യന്റിന് ബ്ലഡ് പ്രഷർ കുറയാനുള്ള ചാൻസ് ഉണ്ട്, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് ചെക്ക് ഫോർ ബ്ലഡ് പ്രഷർ. ഇവിടെ nurse should give priority to checking the client's blood pressure since pendamidine if infused too rapidly can cause severe hypotension and hypoglycemia. ഇനി ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ എന്ന് പറയുന്നത് is a serious infection caused by fungus. ഏത് ഓർഗാനിസം ആണ്? ഫംഗസ് ന്യൂമോസിസ്റ്റിസ് ജിറോവേസി. ജിറോവേസി എന്നുള്ള ഫംഗസ് ആണ്. ന്യൂമോസിസ്റ്റിസ് ജിറോവേസി എന്നുള്ള ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ന്യൂമോസിസ്റ്റിസ് ന്യൂമോണിയ. ഇത് കോമൺലി ഉണ്ടാകുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, HIV, എയ്ഡ്സ് പോലെയുള്ള മെഡിക്കേഷൻസ് ഡിസീസ് ഉള്ള പേഷ്യൻസിനും കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന പേഷ്യൻസിനൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഡിസീസ് ബാധിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, the doctor has ordered ampicillin 100 mg every 6 hours IV push for infant weighing 7 kg. 7 കിലോഗ്രാം മാത്രം വെയിറ്റ് ഉള്ള ഒരു കുഞ്ഞിന് 100 mg ആംപിസിലിൻ എവറി 6 hours ഓരോ 6 മണിക്കൂറിൽ IV പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഓർഡർ ചെയ്തു. The suggested dose for infant is 25 to 50 mg per kg പെർ ഡേ. അതായത് യൂഷ്വലി ഇൻഫൻസിന്റെ ഡോസ് എന്ന് പറയുന്നത് 1 കിലോ ഉള്ള കുഞ്ഞിന് ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം 50 mg ആണ്. മിനിമം 25 mg സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോസ്. വെയിറ്റിനനുസരിച്ച് കൊടുക്കാം. 50 mg എന്ന് പറയുമ്പോൾ 1 കിലോയ്ക്കുള്ള കുഞ്ഞിന് 50 mg എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസത്തേക്ക് എത്ര കൊടുക്കാൻ പറ്റും? 7 കിലോ ഉള്ള കുഞ്ഞിന് 7 കൊണ്ട് കുടിക്കണം അല്ലെ. 350 mg ആണ് ഇവിടുത്തെ മാക്സിമം ഡോസ്. 7 into 50 7 into 50 mg ആണ് അപ്പോൾ ഒരു ദിവസത്തെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് അല്ലെ. 7 into 50 എന്ന് പറയുമ്പോൾ 350 mg ആണ് അവിടുത്തെ മാക്സിമം ഡോസ്. പക്ഷെ ഇവിടെ ഡോക്ടർ പറഞ്ഞത് ആംബിസിലിൻ 100 mg വെച്ച് ഓരോ 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കും. 6 മണിക്കൂർ ഇടവിട്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ കൊടുക്കും? 4 പ്രാവശ്യം കൊടുക്കും അല്ലെ. അപ്പൊ 4 പ്രാവശ്യം കൊടുക്കുമ്പോൾ 400 mg നമ്മൾ അവിടെ കൊടുക്കും അല്ലെ. ആ ഡോക്ടർ പറഞ്ഞ കണക്കാണെങ്കിൽ ആക്ച്വലി ഇൻഫന്റിന് 7 kg ഉള്ള ഇൻഫന്റിന് ആംബിസിലിൻ 350 നമുക്ക് ഡിസൈഡ് ഡോസ് ഉള്ളൂ, സജസ്റ്റഡ് ആയിട്ടുള്ള ഡോസ് ഉള്ളൂ, മാക്സിമം ഡോസ്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 400 mg കൊടുക്കാനാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Give the medication as ordered, give half the amount ordered, give the ordered amount 12th hourly, check the order with the doctor. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഒരിക്കലും ഡോക്ടർ എഴുതിയ ഓർഡർ തെറ്റിച്ച് കൊടുക്കാൻ നമുക്ക് അതിനുള്ള അർഹതയില്ല. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല.
ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലെ, നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറോട് അത് ചോദിക്കാം, ചോദിച്ച് കൺഫേം ചെയ്യാം. നമുക്ക് പറയാം കുഞ്ഞിന് 7 കിലോ വെയിറ്റേ ഉള്ളൂ, മാക്സിമം ഡോസ് എന്ന് പറഞ്ഞാൽ 350 അല്ലേ ഡോക്ടർ, 400 വന്ന് കൊടുക്കാമോ എന്ന് എന്ത് ചെയ്യണം, ഡോക്ടറിനോട് ഒന്നുകൂടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് നമ്മൾ കൂടുതൽ ഡോസ് കൊടുക്കാനും പാടില്ല. അതിന് ഡോക്ടർ 2 ബിയും സിയും എന്ന് പറയുമ്പോൾ ഓർഡർ തെറ്റിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് രണ്ടും നമുക്ക് ചെയ്യാനും പറ്റില്ല. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വേണം, അതിൽ തിരുത്തി വരുത്തിയ ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മൾ അവിടെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. 7 കിലോ ഉള്ള വെയിറ്റ് മാത്രമുള്ള കുഞ്ഞിന് 350 മാത്രമേ കൊടുക്കാവൂ മാക്സിമം ഡോസ്. കാരണം ഇവിടെ എന്തുകൊണ്ടാ 25 മുതൽ 50 mg ആണ് കിലോഗ്രാം പെർ ഡേ വരുന്നത്. സോ 50 മാക്സിമം 50 mg എടുത്താലും 7 കിലോ ഉള്ള കുഞ്ഞിന് 350 mg മാത്രമേ ഒരു ദിവസം കൊടുക്കാവൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞനുസരിച്ച് 100 mg വെച്ച് 4 തവണ നമ്മൾ കൊടുക്കണം. 6 മണിക്കൂർ ഇടവിട്ട് 4 തവണ ഒരു ദിവസം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 400 mg വരും. അപ്പൊ 400 mg എന്ന് പറയുന്നത് ഒരു ഹൈ ഓവർ ഡോസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചെക്ക് ദ ഓർഡർ വിത്ത് ദ ഡോക്ടർ എന്ന് പറയുന്നത്. The recommended dose ranges from 175 mg to മിനിമം ഡോസ് എന്ന് പറഞ്ഞാൽ 175, മാക്സിമം ഡോസ് 350 ആണ്. അപ്പൊ മാക്സിമം ഡോസ് ഇവിടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് 400 mg ആണ് 7 കിലോ ഉള്ള കുഞ്ഞിന്. സോ വി ഷുഡ് ചെക്ക് ദ ഓർഡർ വിത്ത് ഡോക്ടർ ബിഫോർ ഗിവിംഗ് ദ മെഡിക്കേഷൻ. നെക്സ്റ്റ്, an elderly client is hospitalized for a transurethral prostatectomy. നമുക്കറിയാം ടെർപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ട്രാൻസ്യൂറത്രൽ റിസക്ടോസ്കോപ്പ്, ട്രാൻസ്യൂറത്രൽ റിസക്ടർ എന്തായിരുന്നു, ടെർപ്പ് റിസക്ടോസ്കോപ്പ് എന്തിലൂടെ, പീനിസിലൂടെ യൂറത്ര വഴി ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻലാർജ്ഡ് ആയിട്ടുള്ള ബിഗ് BPH ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ബിഗ് സൈസിലുള്ള പ്രോസ്റ്റേറ്റിനെ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ കട്ട് ചെയ്തെടുക്കുന്ന അല്ലെ, ഇൻക്രീസ്ഡ് സൈസ്, അവിടെ സൈസ് കുറയ്ക്കാൻ വേണ്ടി യൂറത്രയുടെ കംപ്രഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന പ്രൊസീജിയർ ആണ് ഈ ട്രാൻസ്യൂറത്രൽ പ്രോസ്റ്റേറ്റക്ടമി എന്ന് പറയുന്നത്. അപ്പൊ പ്രോസ്റ്റേറ്റക്ടമി കഴിഞ്ഞ ഒരു പേഷ്യന്റിന് വിച്ച് ഫൈൻഡിങ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ ഡോക്ടർ ഇമീഡിയറ്റ്ലി. കാരണം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. യൂറിനറി ഔട്ട്പുട്ടും വരുന്ന യൂറിന്റെ കളറും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിൽ ഏത് ഫൈൻഡിങ് ആണ് നമ്മൾ ഉടനെ തന്നെ ഡോക്ടറിനെ അറിയിക്കേണ്ടത്, ഇമീഡിയറ്റ്ലി ഇൻഫോം ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അവർലി യൂറിനറി ഔട്ട്പുട്ട് ഫോർ 40 to 50 ml, ബ്രൈറ്റ് റെഡ് യൂറിൻ വിത്ത് മെനി ക്ലോട്ട്, dark red urine with few clot, request for pain medication every 4 hours. ഇതിൽ എയും ഡിയും എന്ന് പറയുന്നത് എന്താണ്, നോർമൽ ഫൈൻഡിങ് 40 to 50 ml യൂറിൻ ഔട്ട്പുട്ട് അവർലി ഉണ്ടാകുന്നതും പെയിൻ മെഡിക്കേഷൻ ഒരു 4 മണിക്കൂർ ഇടവിട്ട് പെയിൻ മെഡിക്കേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. പക്ഷെ എന്നാൽ ബ്രൈറ്റ് റെഡ് യൂറിൻ വിത്ത് മെനി ക്ലോട്ട് എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആർട്ടീരിയൽ ബ്ലീഡിംഗ് ആണ്. ആർട്ടീരിയൽ ബ്ലീഡിംഗ് ആകുമ്പോൾ അവിടെ റിപ്പീറ്റഡ് സർജറിയുടെ ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് അതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഡോക്ടറെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യേണ്ട. ആർട്ടീരിയൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറിനെ പെട്ടെന്ന് തന്നെ അറിയും. ഡാർക്ക് റെഡ് യൂറിൻ വിത്ത് ഫ്യൂ ക്ലോട്ട് ആണെങ്കിൽ അവിടെ വീനസ് ബ്ലീഡിംഗ് ആണ്. സോ ഇറ്റ്സ് നമ്മൾ മാനേജബിൾ കണ്ടീഷൻ ആണ്. അത് അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യം അല്ല, അല്ലെങ്കിൽ അത് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം ആണ്. ബ്രൈറ്റ് റെഡ് യൂറിൻ വിത്ത് മെനി ക്ലോട്ട് ആണെങ്കിൽ we should inform the doctor immediately because of arterial bleeding. ഇതാണ് പ്രൊസീജിയർ. റിസക്ടോസ്കോപ്പ് വഴി നമ്മൾ ഈ എൻലാർജ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കട്ട് ചെയ്തെടുക്കുന്ന പ്രൊസീജിയർ ആണ് കേട്ടോ ട്രാർപ്പ് എന്ന് പറയുന്നത്. ബ്രൈറ്റ് റെഡ് bleeding with many clots indicates arterial bleeding that requires surgical intervention. So we should inform the doctor immediately. 8th question, which statement by the parent of a child with sickle cell anemia, anemia ഓരോ ടൈപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കോസസ്, അതിന്റെ മാനേജ്മെന്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരു പേഷ്യന്റിന്റെ ഒരു കുഞ്ഞിന്റെ അമ്മ അവർ പറയുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അവർക്ക് ഡിസീസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? The pain he has is due to the presence of too many red blood cells. ഒരുപാട് റെഡ് ബ്ലഡ് സെൽസ് ഉള്ളത് കൊണ്ടാണ് കുഞ്ഞിന് പെയിൻ ഉണ്ടാകുന്നത് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? He will be able to go snow skiing with his friends as long as he stays warm. ചൂടായിരിക്കുന്നിടത്തോളം, അതായത് വാം ആയിരിക്കുന്നിടത്തോളം സമയം കുഞ്ഞിന് സ്നോ സ്കീയിങ് നടത്താം. He will need extra fluids in summer to prevent dehydration. There is a very little chance that his brother will have sickle cell. Is the correct option?
കറക്റ്റ് ഓപ്ഷൻ സി ആണ്. സിക്കിൾ സെൽ അനീമിയ ഉള്ള കുഞ്ഞിന് എന്തിനുള്ള ചാൻസ്? കുഞ്ഞിന് സൺലൈറ്റിൽ അധികം എക്സ്പോഷർ ആക്കരുത്. കുഞ്ഞിന് ചൂടുള്ള പുറത്തുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ കുഞ്ഞിനെ എക്സ്പോസ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിക്കിൾ സെൽ ക്രൈസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് hydrate the patient, rehydrate the patient adequately, and we should not allow the patient to go outside unnecessarily or play continuously outside. Okay, ഇതൊക്കെയാണ് നമ്മൾ പേഷ്യന്റ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പാരന്റ്സിനോട് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ സിക്കിൾ സെല്ല് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒരേ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ജനിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഉണ്ടാകാനുള്ള ചാൻസ്, രണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ സഹോദരങ്ങൾക്കും ഉണ്ടാകാൻ, സിബ്ലിങ്സിനും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഇതിലേതാ കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇതാണ് കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അമ്മയ്ക്ക് അഡിക്വേറ്റ് നോളജ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം റോങ് ആണ്. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഞാനിവിടെ അധികം ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം അതിന്റെ റെഡ് ബ്ലഡ് സെൽസ് റൗണ്ട് ഷേപ്പ് ആണ് നോർമലി വരേണ്ടത്. അത് സിക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ അരിവാളിന്റെ ഷേപ്പ് ഒക്കെ ആകുന്നതിനാണ്, ചന്ദ്രക്കല പോലെയൊക്കെ ആകുന്നതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ അത് ഡീറ്റെയിൽ വായിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് അനീമിയ, അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എല്ലാം. ഓക്കെ, നെക്സ്റ്റ് 9th question. A toddler with otitis media. Otitis media middle ear infection ആണ് അല്ലേ? മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായി ടോളറിന്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആന്റിബയോട്ടിക് തെറാപ്പി എടുത്തു. എ റീചെക്ക് അപ്പോയിന്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ്. അതായത് നമ്മൾ ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അപ്പോയിന്റ്മെന്റ് വീണ്ടും എടുത്ത് ഒരു ഫോളോ അപ്പ് നടത്തണം, റീചെക്ക് ചെയ്യിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റീചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ഡിറ്റർമിൻ വെദർ ദ ഇയർ ഹാസ് എഫക്റ്റഡ് ഹിയറിംഗ്, അതായത് കേൾവി ശക്തിയായി ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ആന്റിബയോട്ടിക് തെറാപ്പി ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനാണോ? മേക്ക് ഷുവർ ദാറ്റ് ഷീ ഹാസ് ടേക്കൺ ഓൾ ദ ആന്റിബയോട്ടിക്, എല്ലാ ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ആന്റിബയോട്ടിക്കും എടുത്തു കഴിഞ്ഞോ എന്ന് കൺഫേം ചെയ്യാനാണോ? ഡോക്യുമെന്റ് ദാറ്റ് ഇൻഫെക്ഷൻ ഹാസ് കംപ്ലീറ്റ്ലി ക്ലിയർഡ്, അതായത് ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി ക്ലിയർ ആയി, എല്ലാ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി മാറിയോ എന്ന് അറിയാനാണോ? ഒബ്റ്റെയിൻ എ ന്യൂ പ്രിസ്ക്രിപ്ഷൻ ഇൻ കേസ് ഇൻഫെക്ഷൻ റീഅക്കേഴ്സ്, അതായത് ഇനിയും വീണ്ടും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണോ? കറക്റ്റ് മേക്ക് ഷുവർ അല്ല, ഡോക്യുമെന്റ് ദാറ്റ് ദ ഇൻഫെക്ഷൻ ഹാസ് കംപ്ലീറ്റ്ലി ക്ലിയർ, കംപ്ലീറ്റ്ലി ഇൻഫെക്ഷൻ അവിടെ പോയോ, കംപ്ലീറ്റ്ലി ഇൻഫെക്ഷൻ അവിടെ ക്ലിയർ ആയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീചെക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇനി അതല്ലാതെ ഹിയറിംഗ് ചെക്ക് ചെയ്യും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് റെക്കറന്റ് ആയിട്ട് ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ടാകുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീചെക്ക് ചെയ്യിപ്പിച്ച് കുഞ്ഞിന്റെ ഹിയറിങ്ങിനെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളുടെ ഉറപ്പ് വരുത്തണം. അല്ലാതെ ആന്റിബയോട്ടിക് കംപ്ലീറ്റ് കഴിച്ചോ എന്നൊന്നും നമുക്ക് ഇതിലൂടെ അറിയാനൊന്നും പറ്റില്ല റീചെക്ക് ചെയ്യുന്നത് വഴി. പിന്നെ എന്താ, നമ്മുടെ റെക്കറന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും വാങ്ങി വയ്ക്കില്ല. ഓക്കെ, a client should be assessed following completion of antibiotic therapy to determine whether the infection has cleared. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരികയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, റെഗുലർ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ 9-year-old ഈസ് അഡ്മിറ്റഡ് വിത്ത് സസ്പെക്ടഡ് റുമാറ്റിക് ഫീവർ, അതായത് റുമാറ്റിക് ഫീവർ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 9 വയസ്സായ ഒരു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. Which finding is suggest of Sydenham chorea? Sydenham chorea സജസ്റ്റ് ചെയ്യുന്ന സിംറ്റം ഏതാണ്? Irregular movements of the extremities and facial grimacing ആണോ? Painless swellings over the extensor surface of the joints ആണോ? Faint areas of red demarcation over the back and abdomen ആണോ? Swelling, inflammation and effusion of the joint ആണോ? ഏതാണ്? അപ്പോൾ നോർമലി നമ്മുടെ സിഡൻഹാം കൊറിയ ഉണ്ടാകുന്ന കണ്ടീഷനിലെ പേഷ്യൻസിന് എന്താണ്? ഇറഗുലർ മൂവ്മെന്റ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസും ഫേഷ്യൽ ഗ്രിമേസിംഗ് ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. A child with Sydenham chorea will exhibit irregular movements of the extremities, facial grimacing and labile moods. Rheumatic fever എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, എന്തെങ്കിലും ഇൻഫെക്ഷൻ, സ്ട്രെപ് ത്രോട്ട്, സ്കേർലറ്റ് ഫീവർ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ട് അത് ട്രീറ്റ് ചെയ്യുക, കംപ്ലീറ്റ്ലി പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് കുഞ്ഞിന്റെ അത് എന്തിനെ എഫക്ട് ചെയ്യുന്നത്? റുമാറ്റിക് ഫീവർ ഡെവലപ്പ് ചെയ്യും. അത് എന്തിനേക്കാണ്, ഏതൊക്കെ ഓർഗനാണ് എഫക്ട് ചെയ്യുന്നത്? ഹാർട്ട്, ജോയിന്റ്, ബ്രെയിൻ ആൻഡ് സ്കിൻ. ഇതൊക്കെ ഈ ഡിസീസ് എഫക്ട് ചെയ്യുകയും ചെയ്യുന്നു.
ഏർലി ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതുപോലെ സിഡൻഹാം കൊറിയ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേര് കൊറിയ മൈനർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സെൻ വിറ്റുസ് ഡാൻസ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് അൺകോർഡിനേറ്റഡ് ജെർക്കി മൂവ്മെന്റ്സ് പ്രൈമർലി എഫക്ടിങ് ദ ഫേസ്, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഓപ്ഷൻ എ അവിടെ തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. It will definitely be useful for you to prepare for competitive exams. Okay, as well as you can clear your doubts there. And എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാം കാണണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം.